ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 92-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൻ നിസായിലെ 87 തുടങ്ങി 91 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നിരുന്നത് മുനാഫിക്കുകളെ കുറിച്ചായിരുന്നു, അല്ലേ? കപട വിശ്വാസികളെ കുറിച്ചായിരുന്നു. അവരുടെ ചില സ്വഭാവങ്ങളാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരിക്കുമ്പോൾ എല്ലാം അനുസരിച്ചു എന്ന് പറയും. പിന്നെ അവരവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അവർ ഗൂഢാലോചന നടത്തുകയാണ് രാത്രിയിൽ. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, എഴുതി വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ മുനാഫിക്കുകളുടെ വേറൊരു സ്വഭാവം പറഞ്ഞെന്താണ്, അവരെന്തെങ്കിലും ഒരു വാർത്ത അറിഞ്ഞാൽ അതൊരു സന്തോഷമുള്ളതാവട്ടെ അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തുന്ന വാർത്തയാവട്ടെ, അവരെന്ത് ചെയ്യും, അത് ജനങ്ങൾക്കിടയിൽ അത് പ്രചരിപ്പിക്കും. അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവോടെ പറഞ്ഞു തന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്താണ്, നബിയെ താങ്കൾ യുദ്ധം ചെയ്യുക, വേറെ ആരടുത്തും അത് നിർബന്ധം ചെലുത്തേണ്ട ആവശ്യമില്ല, സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കുക മാത്രമേ വേണ്ടൂ. ശാസന ആരടുത്ത് മാത്രമാണ് അള്ളാഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമാണ് യുദ്ധം ചെയ്യാനുള്ള ശാസന. ബാക്കിയുള്ളവരെ പ്രേരിപ്പിക്കുക, സത്യവിശ്വാസികളെ. ശത്രുക്കളുടെ ശൗര്യമൊക്കെ അള്ളാഹു തടുത്തു തരുമെന്ന് അള്ളാഹുവിടെ ഒരു ആശ്വാസം നൽകുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇത് ഉഹദ് യുദ്ധത്തിന് ശേഷം അവതരിച്ച ആയത്തുകളാണെന്ന് നമ്മൾ പറഞ്ഞു. ഉഹദ് യുദ്ധത്തിലുണ്ടായ പരാജയം കാരണം സത്യവിശ്വാസികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റേ ശത്രുക്കൾക്ക് കുറച്ചും കൂടി ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചു, നമുക്ക് ഇവരെ എങ്ങനെയും തോൽപ്പിക്കാൻ പറ്റും, മദീനത്ത് നിന്ന് പുറത്താക്കാൻ പറ്റും എന്നൊക്കെയുള്ളൊരു വിശ്വാസം കപട വിശ്വാസികളിലും ഉണ്ട്, അല്ലേ? അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹു പറയണത് യുദ്ധം ചെയ്യാൻ. ഇനി അടുത്തത് വരാൻ പോണേതാണ് അഹ്സാബ് യുദ്ധം. അതിനുള്ള ഒരു ഒരുക്കുകൂട്ടലാണിത്, മുന്നൊരുക്കാണ് ഇപ്പോൾ ഈ അള്ളാഹു പറഞ്ഞു തരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ താങ്കൾ യുദ്ധം ചെയ്യുക, സത്യവിശ്വാസികളെ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിക്കുക. ഇവിടെ യുദ്ധം ചെയ്യാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു രാജ്യത്തെ കീഴടക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അടിച്ചമർത്താനോ ഒന്നുമല്ല. മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ യുദ്ധം ചെയ്യാനാണ് അള്ളാഹു പറഞ്ഞത്. ജാഗരൂകരായിരിക്കുക, ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോഴാണ് യുദ്ധത്തിന് അള്ളാഹു ആഹ്വാനം ചെയ്തിട്ടുള്ളത്, അല്ലേ? അങ്ങനെ കപട വിശ്വാസികളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് അള്ളാഹു സാമൂഹിക ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു മര്യാദ പറഞ്ഞു, അല്ലേ? തഹിയ്യത്തിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ അഭിവാദ്യം ചെയ്യണം ആളുകളെ കാണുമ്പോൾ, നല്ല രീതിയിൽ. ഇങ്ങോട്ട് അഭിവാദ്യം ചെയ്തതിനേക്കാൾ നല്ല രീതിയിൽ തിരിച്ച് അഭിവാദ്യം ചെയ്യാൻ പറഞ്ഞു. അവിടെ ഈമാനിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സത്യവിശ്വാസിയോട് മാത്രം പോയി സലാം പറയാനല്ല അള്ളാഹു പറഞ്ഞത്, അല്ലേ? എല്ലാവരോടും സലാം പറയണം. അപ്പോൾ അവരെങ്ങനെയാണോ നമ്മളെ അഭിവാദ്യം ചെയ്തത് അതിനേലും നല്ല രീതിയിൽ നിങ്ങൾ അവരോട് അഭിവാദ്യം ചെയ്യാൻ പറഞ്ഞു. ഇനി അള്ളാഹു പറയാണ്, ഈ അവിശ്വാസികളും കപടവിശ്വാസികളൊക്കെ എന്തൊക്കെ തന്നെ നിലപാട് സ്വീകരിച്ചാലും ശരി, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന വസ്തുത ഉറപ്പാണ്. നിങ്ങൾ മരണശേഷം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഇഹലോക ജീവിതത്തിന് ശേഷം നിങ്ങളെല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസമുണ്ട്. അതിൽ യാതൊരു സംശയവും വേണ്ട എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ആയത്തൊന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീഹി വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസാ. അല്ലാഹു ലാ ഇലാഹ, ഒരു ഇലാഹില്ല, ഇല്ലാഹു അവനല്ലാതെ. അപ്പം അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. ലയജ്മഅന്നകും, ജമാ എന്താണ്? ഒരുമിച്ച് കൂട്ടുക. അവിടെ ആ ലായും നായും, ശബ്ദമുള്ള നായും എന്തിനാ? ഉറപ്പിക്കാനാണ്. ഈ പറയണ കാര്യം ഉറപ്പിക്കാനാണ്. അപ്പം എന്താ? തീർച്ചയായും അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. എന്ന്? ഇലാ യൗമിൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ തീർച്ചയായും അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയവുമില്ല. വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ. ആൻഡ് മൻ, ആര്, അസ്ദഖ് എന്താണ്? ഏറ്റവും സത്യം പറയുന്നവൻ. സൂപ്പർലേറ്റീവ് ഫോമാണ്. സത്യം പറയുന്നവരിൽ വെച്ച് ഏറ്റവും സത്യം പറയുന്നവൻ. മിനല്ലാഹി, അള്ളാഹുവിനേക്കാൾ, ഹദീസ, വർത്തമാനം. അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അതിൽ അള്ളാഹുവിനേക്കാൾ സത്യം പറയണ വേറെ ആരുണ്ട് എന്ന്, അതായത് ഏറ്റവും അധികം സത്യം പറയുന്ന ആൾ അള്ളാഹു തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. യൗമുൽ ഖിയാമയിൽ, ഖിയാമത്ത് നാളിൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് അള്ളാഹു പറഞ്ഞു തരാണ്.
ഖുർആന്റെ ഒരു ശൈലിയാണ് ഇങ്ങനെ അല്ലേ. അള്ളാഹു നമുക്ക് കുറേ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും താക്കീതുകളൊക്കെ തരും. അതിൻ്റെ ഇടയിൽ അള്ളാഹുവിനെ കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കും. ഈ പറയണ ആൾ ആരാണെന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കും അല്ലേ. അപ്പം അത് അള്ളാഹു ആണ്, നിങ്ങൾക്ക് അള്ളാഹു അല്ലാണ്ട് വേറെ ഇലാഹില്ല, തീർച്ചയായും നിങ്ങളെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവും ഇല്ല, അള്ളാഹുവിനേക്കാൾ സത്യം പറയണ വേറെ ആളില്ല എന്നാണ് അള്ളാഹു പറയണത്. ആരുണ്ട് എന്നാണ് ചോദ്യം. അതായത് വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ് ഏറ്റവും സത്യം പറയുന്നവൻ എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു. ഇനി വീണ്ടും കപടവിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ തന്നെയാണ് ഇനി പറയാൻ പോണത്. കപടവിശ്വാസികൾ പല തരത്തിലുണ്ട്. ഒന്ന്, വിശ്വാസികളുടെ ഇടയിൽ വിശ്വാസികളായിട്ട് തന്നെ അഭിനയിച്ച് ജീവിക്കണ കുറച്ച് കപടവിശ്വാസികൾ. പിന്നെ ജൂതന്മാരുടെ ഇടയിലുണ്ട് കപടന്മാർ. അതെങ്ങനെയാ? ജൂതന്മാർ ഈ മദീനത്തുണ്ടല്ലേ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേനായിട്ട് കരാർ വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ഒന്നിച്ചു പോകാം, ഒരു സഖ്യമായി നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അവരെന്ത് ചെയ്യും? തരം കിട്ടുമ്പോൾ ഈ കരാറൊക്കെ ലംഘിച്ച് മറ്റുള്ളവരുടെ ശത്രുക്കളുടെ കൂടെ കൂടും. അപ്പോൾ അതിലും ഉണ്ട് കപടന്മാർ. പിന്നെ ഹിജറ ചെയ്ത് വന്ന ആളുകളിലുണ്ട് അല്ലേ, അവർ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേനെ അനുസരിച്ച് വന്നവരല്ല. ചിലപ്പോൾ തൻ്റെ ബന്ധുക്കൾ പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ താൻ വിവാഹം കഴിക്കാൻ പോണ സ്ത്രീ ഇങ്ങോട്ട് ഹിജറ പോകുന്നത് കൊണ്ടോ ഒക്കെ വന്ന ആളുകളും ഇവിടെയുണ്ട്. അവർക്കപ്പോൾ വിശ്വാസം അടിയുറച്ചിട്ടില്ല. അവർക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് മക്കയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കണ കുറച്ച് ആൾക്കാരും ഒക്കെ ഈ മുഹാജിറുകളുടെ ഇടയിലും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ മക്കത്തുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേനെ അംഗീകരിച്ചു, മുസ്ലിമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിക്കണ മക്കക്കാരുണ്ട്. പക്ഷെ അവരെന്താ ചെയ്യണം? അവർ ഹിജറയ്ക്ക് തയ്യാറില്ല. അവർക്ക് അവരുടെ സ്വത്തോ ബന്ധുക്കളെയോ ഒന്നും വിട്ടു വരാൻ അവർ തയ്യാറല്ല. അപ്പം അങ്ങനെ കുറേ ആളുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അള്ളാഹു ഇനി പറയണത്. മദീനത്തുള്ള സത്യവിശ്വാസികളുടെ ഇടയിൽ ഈ മുനാഫിക്കുകളെ കുറിച്ച് രണ്ടഭിപ്രായം ഉണ്ടായി. ഒരു വിഭാഗം സ്വഹാബികൾ പറഞ്ഞു, അവർ പ്രത്യക്ഷത്തിൽ ഇസ്ലാമിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ മുസ്ലിങ്ങളെ കാണുന്നത് പോലെ തന്നെ അവരെ കണ്ടാൽ മതി എന്നായിരുന്നു ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത്. എന്നാൽ സ്വഹാബികളിൽ നിന്ന് വേറൊരു വിഭാഗം പറഞ്ഞെന്താണ്? അവർ പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളൊക്കെ തന്നെ ആണെങ്കിലും എന്താ, മുശ്രിക്കുകളെ വിട്ട് പോരാൻ അവർ തയ്യാറില്ലല്ലോ, അവർ ഹിജറ വരാൻ ഒരിക്കലും തയ്യാറില്ല. അവർ തരം കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യും? ഈ മുശ്രിക്കുകളുടെ കൂടെ കൂടി മുസ്ലിങ്ങൾക്കെതിരെ കൂടുകയും ചെയ്യും. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു അവർ അവിശ്വാസികൾ തന്നെയാണ്, അവർ പുറമേക്ക് പറഞ്ഞ് സത്യവിശ്വാസികളാണെന്നൊക്കെ ആണെങ്കിലും പക്ഷെ അവരുള്ളിൽ സത്യവിശ്വാസം ഇല്ല, അവരെ നമ്മൾ അവിശ്വാസികളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ ഈ മുശ്രിക്കുകളോട് പെരുമാറുന്നത് പോലെ തന്നെ പെരുമാറണം എന്നാണ് ഒരു വിഭാഗം സ്വഹാബികൾ പറഞ്ഞത്. അപ്പോൾ അള്ളാഹു ഈ രണ്ടാമത്തെ വിഭാഗം സ്വഹാബികൾ പറഞ്ഞതിനോടാണ് യോജിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിടെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം? ഈ കപടവിശ്വാസികളുടെ വിഷയത്തിൽ നിങ്ങൾ രണ്ട് കക്ഷികളായി തിരിയാന്നാണ് ചോദിക്കണേ. അള്ളാഹു അവരെ അവരെ സത്യവിശ്വാസികളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ അള്ളാഹു ആ വിശ്വാസത്തിലേക്ക് തന്നെയാണ് മടക്കിയത്. എന്തുകൊണ്ടാണ്? അവരുടെ പ്രവർത്തനങ്ങൾ നിമിത്തം. അവർ സത്യവിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഈ മുശ്രിക്കുകളുടെ കൂടെ കൂടിയിട്ട് തരം കിട്ടുമ്പോൾ അങ്ങോട്ടും ചായും ഇങ്ങോട്ടും ചായും. അതാണ് അവരുടെ സ്വഭാവം. എന്താണ് അവരുടെ ആവശ്യം? അവരെ നിലനിൽപ്പ് മാത്രമാണ് ആവശ്യമുള്ളൂ. അവർക്ക് നന്നായി ജീവിക്കണം. അവരെ സ്വത്ത് ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉപേക്ഷിക്കാനോ ദീനിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനോ ബുദ്ധിമുട്ടാനോ ഒന്നും അവർക്ക് പറ്റൂല. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി എന്തിനാണ് നിങ്ങൾ രണ്ട് കക്ഷികളായി പിരിയണേന്നാണ് അള്ളാഹു ചോദിക്കണത്. ആയത്ത് നമുക്ക് നോക്കാം. ഫമാലക്കും ഫിൽ മുനാഫിഖീന ഫിഅതൈനി വല്ലാഹു അർകസഹും ബിമാ കസബൂ അതുരീദൂന അൻ തഹ്ദൂ മൻ അളല്ലല്ലാഹ് വമൻ യുദ്ലിലില്ലാഹു ഫലൻ തജിദ ലഹു സബീലാ. ഫമാലക്കും അപ്പോൾ നിങ്ങൾക്ക് എന്താണ്? ഫിൽ മുനാഫിഖീന കപടവിശ്വാസികളുടെ കാര്യത്തിൽ ഫിഅത്തൈനി, ഫിഅത്ത് എന്ന് വെച്ചാൽ കക്ഷികൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ. ഫിഅത്തൈനി എന്താണ്? രണ്ട് ഗ്രൂപ്പുകൾ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കപടവിശ്വാസികളുടെ വിഷയത്തിൽ നിങ്ങൾ രണ്ട് ഗ്രൂപ്പുകളായി തീരാൻ കാരണം? എന്തുകൊണ്ടാണെന്നാണ് അള്ളാഹു ചോദിക്കണത്. അപ്പം അള്ളാഹു അർക്കസഹും അവരെ മറച്ചിട്ടിരിക്കുന്നു, കുത്തനെ മറച്ചിട്ടിരിക്കുന്നു. അതായത് അവർ സത്യവിശ്വാസത്തിൽ നിന്നും കപടവിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ കാപ്പട്യത്തിലേക്ക് അവരെ അള്ളാഹു മറച്ചിട്ടിരിക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ബിമാ കസബു, അവർ സമ്പാദിച്ചത് നിമിത്തം. അവരുടെ പ്രവർത്തികൾ കൊണ്ട് അവർ നേർമാർഗം ഉദ്ദേശിച്ചാണ് വന്നിട്ടുള്ളെങ്കിലും അവരുടെ ദുഷിച്ച മാർഗം കൊണ്ട് അല്ലെങ്കിൽ ദുഷിച്ച പ്രവർത്തികൾ കൊണ്ട് അള്ളാഹു അവരെ അവരുടെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ മറച്ചിട്ടിരിക്കുകയാണെന്നാണ് അള്ളാഹു പറയണത്. ആദ്യം ഇവരെങ്ങനെയായിരുന്നു? ജാഹിലിയത്തിലായിരുന്നു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന് മുമ്പൊക്കെ ആർക്കും ഒന്നും അറിയണ്ടായില്ല. പിന്നെ അവർ ഇസ്ലാം സ്വീകരിച്ചു, ആ നല്ല മാർഗത്തിലേക്ക് വരാൻ അവർ മുതിരുന്നുണ്ടെങ്കിലും പക്ഷെ അവരുടെ പ്രവർത്തികൾ മോശമാണ്. അതുകൊണ്ട് അള്ളാഹു അവരുടെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ അല്ലെങ്കിൽ പഴയ രീതിയിലേക്ക് തന്നെ മടക്കിയിരിക്കുകയാണെന്നാണ് അള്ളാഹു പറഞ്ഞത്. അവരെ കുത്തനെ മറച്ചിട്ടിരിക്കുന്നു. അർക്കസ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ്.
ഇനി അള്ളാഹു ചോദിക്കുകയാണ്, അള്ളാഹു നേർമാർഗത്തിൽ നിന്നും വഴിപിഴപ്പിച്ച ആളുകളെ നിങ്ങൾക്ക് നേരായ മാർഗത്തിലാക്കാൻ പറ്റുമോ എന്നാണ് അള്ളാഹു ചോദിക്കണത്. നിങ്ങൾക്ക് ഒരു മാർഗവും ഇല്ല അതിന് എന്നാണ് അള്ളാഹു പറഞ്ഞത്. ആ തുരീദൂന, അറാദ ഉദ്ദേശിച്ചു, തുരീദു നിങ്ങൾ ഉദ്ദേശിച്ചു, ആ തുരീദൂന നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അൻ തഹദു അവരെ നേർമാർഗത്തിലാക്കാമെന്ന്. ആരെ? മൻ അദല്ലല്ലാ, അള്ളാഹു വഴിപിഴവിലാക്കിയ യാതൊരു കൂട്ടരെ നിങ്ങൾക്ക് നേരായ മാർഗത്തിലേക്ക് ആക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ എന്നാണ് അള്ളാഹു ചോദിക്കണത്. വമൻ യുദ്ലിലില്ലാഹു, അള്ളാഹു ആരെയെങ്കിലും വഴിപിഴപ്പിച്ചാൽ അല്ലെങ്കിൽ വഴിപിഴപ്പിക്കുന്നുവോ, ഫലൻ തജിദലഹു അവന് ഒരിക്കലും നീ കണ്ടെത്തുകയില്ല സബീല ഒരു മാർഗം, നന്നാവാനായിട്ടൊരു മാർഗം നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചാലും കണ്ടെത്തൂല എന്നാണ് അള്ളാഹു പറയണത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സത്യവിശ്വാസികളോടും ഒക്കെ ഉള്ള ഒരു ചോദ്യമാണല്ലേ. അള്ളാഹു വഴിപിഴപ്പിച്ച ആളുകളെ നിങ്ങൾക്ക് നേരെയാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറ്റിയിട്ടില്ല, പിന്നെ ഇപ്പം നമ്മൾ വിചാരിച്ചാൽ പറ്റാൻ പോകുന്നുണ്ടോ? നമ്മൾ എന്തൊക്കെ തന്നെ ഉപദേശങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെ തന്നെ തെളിവുകളോ ഖുർആനിൽ നിന്ന് കാണിച്ചു കൊടുത്താലും അവരതൊന്നും കേൾക്കൂല. അവരുടെ ചെയ്തികൾ കൊണ്ട് തന്നെയാണ് അള്ളാഹു അവരങ്ങനെ ആക്കിയത്. അല്ലാണ്ട് ആദ്യം തന്നെ അള്ളാഹു അങ്ങനെ നന്നാവൂല എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിട്ടിരിക്കണമല്ല അല്ലേ. എല്ലാവരും ശുദ്ധ പ്രകൃതിയോട് കൂടി തന്നെയാണ് ഈ ഭൂമിയിലേക്ക് അള്ളാഹു വിട്ടിട്ടുള്ളത്. തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു വഴിപിഴലാക്കിയത് എങ്ങനെയാണ് അവരുടെ മോശമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. നമ്മൾ മനസ്സിലെല്ലാം വിശ്വാസമാണ്, എനിക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, നിസ്കരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അവരെ പ്രവർത്തികൾ മോശമായാൽ എന്താ അവസ്ഥ? അവരെ റൂട്ട് തെറ്റിപ്പോവുമല്ലേ. ഇനി എങ്ങനെയൊക്കെ നന്നാവാൻ വിചാരിച്ചാലും ആരൊക്കെ തന്നെ നന്നാക്കാൻ വിചാരിച്ചാലും നന്നാക്കാൻ പറ്റൂല എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു വിഭാഗത്തിൻ്റെ പേരിൽ നിങ്ങൾ രണ്ട് കക്ഷികളാവണത് എന്തുകൊണ്ട്, എന്തിനാണ് എന്നാണ് ചോദിക്കണത്. അപ്പോൾ ഈ രണ്ട് വിഭാഗം ആവാനുള്ളൊരു കാരണം എന്താണ്? ഈ മദീനത്തുള്ള സത്യവിശ്വാസികളുടെ ബന്ധുക്കളാണ് മക്കത്തുള്ളത് അല്ലേ. ഇവരുടെ ഇപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ പിതാവ് പോന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മകൻ പോന്നിട്ടുണ്ടാവും, ഭാര്യ അവിടെ ആയിരിക്കും, ഭർത്താവ് ഇങ്ങോട്ട് സത്യവിശ്വാസിയായി പോകുന്നുണ്ടാവും, ചിലപ്പോൾ ഭർത്താവ് അവിടെ ഉണ്ടാവും, ഭാര്യ സത്യവിശ്വാസിയായി ഹിജ്റ പോന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് തങ്ങളുടെ കുടുംബക്കാരോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെ പറയണത്, അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടല്ലോ, ഹിജ്റ വന്നിട്ടില്ല എന്നല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ അള്ളാഹു അവിടെ ഒരു ഹിജ്റ ചെയ്യാനൊരു ആഹ്വാനം അല്ലെങ്കിൽ ഒരു കൽപ്പന നടത്തുന്നുണ്ട്. നിങ്ങൾ സത്യവിശ്വാസിയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ വരണം, അല്ലെങ്കിൽ മദീനയിലേക്ക് ഹിജ്റ വരണം എന്നൊരു ആഹ്വാനം നടത്തിയിട്ടും വരാത്ത ആളുകൾ മദീനയ്ക്ക് ചുറ്റുഭാഗത്തും മക്കത്തും ഒക്കെ ഉണ്ട്. എന്തിനാണ് അള്ളാഹു ഹിജ്റ വരാൻ പറഞ്ഞത് മദീനയിലേക്ക്? അന്നത്തെ കാലത്ത് മദീനയിൽ മാത്രമാണ് മതസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്. കാരണം മക്കത്താണെങ്കിലും വേറെ ഏതൊരു നാട്ടിലാണെങ്കിലും ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എങ്ങനെയെങ്കിലും ഈ ഇസ്ലാമിനെ തകർത്ത് കളയാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു സത്യവിശ്വാസിയായിട്ട് കഴിഞ്ഞു കൂടുന്നത് പല നിലക്കും അപകടം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഹിജ്റയ്ക്കുള്ള ഒരു ആഹ്വാനം അള്ളാഹു അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ അള്ളാഹു പറഞ്ഞിട്ടും ഇങ്ങോട്ട് ഹിജ്റ വരാത്ത ആളുകളെ കുറിച്ചിട്ടാണ് ഈ പറയണത്. അവർ സത്യവിശ്വാസികളാണെങ്കിൽ ഒരിക്കലും സ്വത്ത് മോഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിന് കൂടുതൽ സ്ഥാനം കൽപ്പിച്ചുകൊണ്ടോ ഒന്നും ഹിജ്റ ചെയ്യാണ്ടിരിക്കൂല എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അവരോടുള്ള നിങ്ങളുടെ നിലപാട് എങ്ങനെയായിരിക്കണം? അവർ കപടന്മാരാണ്, അവിശ്വാസികളോടുള്ള പോലെ തന്നെയാണ് നിങ്ങൾ അവരോടും പെരുമാറേണ്ടതെന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തന്നത്. ഇനി ഇവരുടെ ഒരു ആഗ്രഹം എന്താണെന്നാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത്. ഈ സത്യവിശ്വാസികളും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് അവിശ്വാസികളായി മാറിയെങ്കിൽ എന്നാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ ഒരുപോലെ ആവുമല്ലോ, ഞങ്ങളും അവരൊക്കെ ഒരുപോലെ ആവുമല്ലോ. ചിലവർക്ക് അങ്ങനെയാണല്ലേ, ഒരാളും കൂടി കൂട്ടുണ്ടെങ്കിൽ അവരും കൂടി നമ്മളെപ്പോലെ ആയാൽ നന്നായി, സന്തോഷമായി. കാരണം അല്ലെങ്കിൽ ഒരാൾ മാത്രം അങ്ങനെ ഇപ്പം നന്നായിരിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവരുടെ മനസ്സിലുള്ള ആഗ്രഹം. ഈ സത്യവിശ്വാസികളും കൂടി എങ്ങനെയെങ്കിലും അവിശ്വാസികളായി മാറിയിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരും ഒരുപോലെ ആവുമല്ലോ എന്നാണ് പറയണത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അവർ ഹിജ്റ വരണത് വരെ ഒരിക്കലും നിങ്ങൾ അവരെ നിങ്ങളുടെ ആത്മമിത്രമായി നിങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കാം ഈ മക്കത്തുള്ളതെങ്കിലും അവർ ഹിജ്റ വരാത്തിടത്തോളം കാലം അവരെ നിങ്ങൾ ആത്മമിത്രമായി അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷാകർത്താക്കളായി നിങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറഞ്ഞു തരുന്നത്. ആയത്ത് നമുക്ക് നോക്കാം. വദ്ദൂ ലൗ തക്ഫുറൂന കമാ കഫറൂ ഫതകൂനൂന സവാഅ ഫലാ തത്തഖിദൂ മിൻഹും ഔലിയാഅ ഹത്താ യുഹാജിറൂ ഫീ സബീലില്ലാഹ് فإن تولوا فخذوهم واقتلوهم حيث وجدتموهم ولا تتخذوا منهم وليا ولا نصيرا. വദ്ദു അവർ ആഗ്രഹിക്കുന്നു,
ലൗ എങ്കിൽ തക്ഫുറൂന നിങ്ങൾ അവിശ്വസിച്ചു. അപ്പം നിങ്ങൾ അവിശ്വസിച്ചു എങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഏതുപോലെ? കമാ കഫറു അവർ അവിശ്വസിച്ചതുപോലെ. ഫതകൂനൂന സവാ അപ്പോൾ നിങ്ങൾ ഞങ്ങളെപ്പോലെ സമമാവുമല്ലോ എന്നാണ് അവർ വിചാരിക്കണേ. കാന ആയി, യക്കൂനു ആകുന്നു, തക്കൂനു നിങ്ങളാകുന്നു, ഫതകൂനൂന അപ്പോൾ നിങ്ങളായിത്തീരുന്നു, സവാ സമം. അതാണ് അവർ പറയണത്. അപ്പോൾ അവരുടെ ആഗ്രഹം എന്താണ്? നിങ്ങളൊന്നും എങ്ങനെയെങ്കിലും വിശ്വസിച്ചിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലെ ആവുമല്ലോ, അപ്പോൾ നമ്മളൊക്കെ ഒരുപോലെ ആവുമല്ലോ എന്നാണ് അവരുടെ ആഗ്രഹം. അപ്പം എന്നിട്ട് അള്ളാഹു പറയാണ് ഫലാ തത്തഹിദു, ഇത്തഹദ സ്വീകരിച്ചു അല്ലെങ്കിൽ പിൻപറ്റി അല്ലെങ്കിൽ ഉണ്ടാക്കി എന്നൊക്കെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കരുത് മിൻഹും അവരിൽ നിന്നും ഔലിയ മിത്രങ്ങളെ അല്ലെങ്കിൽ രക്ഷാകർത്താക്കളെ നിങ്ങൾ അവരിൽ നിന്നും സ്വീകരിക്കരുത്. ഹത്ത വരെ, ഏതുവരെയാണ്? യുഹാജിറു അവർ ഹിജറ ചെയ്യുന്നത് വരെ, ഫീ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ ചെയ്തുകൊണ്ട് അവർ ഇങ്ങോട്ട് മദീനത്തേക്ക് വരുന്നത് വരെ നിങ്ങൾ അവരിൽ നിന്നും ഒരു മിത്രങ്ങളെയോ അല്ലെങ്കിൽ കൈകാര്യകർത്താക്കളെയോ ഒന്നും നിങ്ങൾ അവരിൽ നിന്നും സ്വീകരിക്കരുത് എന്നാണ് അള്ളാഹു പറയണത്. ഫഇൻ തവല്ലോ ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ ഫഖുദൂഹും അവരെ നിങ്ങൾ പിടിക്കുക. തിരിഞ്ഞു കളയുക എന്ന് വെച്ചാൽ എന്താണ്? അവർ സത്യവിശ്വാസത്തിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞുവെങ്കിൽ, അവർ സത്യവിശ്വാസികളാണെന്ന് പറഞ്ഞിട്ടാണ് ഹിജറ വരാണ്ട് അവിടെ മക്കത്ത് തന്നെ നിൽക്കണതല്ലേ. അപ്പോൾ അവർ തിരിഞ്ഞു കളഞ്ഞുവെങ്കിൽ ഫഖുദൂഹും എന്നാൽ അവരെ നിങ്ങൾ പിടിക്കുവിൻ, വഖ്തുലൂഹും അവരെ കൊല്ലുകയും ചെയ്യുവിൻ, ഹൈസു വജത്തുമൂഹും നിങ്ങൾ കണ്ടുമുട്ടുന്ന സ്ഥലത്ത് വെച്ച്. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ് കേട്ടോ. ഇവിടെ ഉദ്ദേശിക്കണത് വെറുതെ ഒരു മുസ്ലിം അല്ലാത്ത ഒരാളെ കണ്ടാൽ നിങ്ങൾ ഓടിപ്പോയി അയാളെ കൊന്നോന്നല്ല. മക്കയിലെ മുശ്രിക്കുകളോട് നിങ്ങൾ എന്തൊക്കെ യുദ്ധ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ അതൊക്കെ തന്നെ ഇവരോടും സ്വീകരിച്ചോളാനാണ് അള്ളാഹു പറയണത്. കാരണം അവർ ശരിക്കും സത്യവിശ്വാസികളല്ല. വിശ്വാസം സ്വീകരിച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അവർ ഹിജറ ചെയ്യാൻ എന്തുകൊണ്ട് തയ്യാറാവണില്ല? അവർ സത്യവിശ്വാസികളല്ലാത്തത് കൊണ്ടും അവർ ഹിജറ വരാത്തത് കൊണ്ടും അവർ അവിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെയാണ്. അപ്പം നിങ്ങൾ ഈ അവിശ്വാസികളോട് എന്തൊക്കെ യുദ്ധ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ അതൊക്കെ ഇവരോടും സ്വീകരിക്കണം എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത്. ഈ മുശ്രിക്കുകൾ മുസ്ലിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിലാണല്ലേ. അപ്പോൾ അവരെ നമ്മുടെ ശത്രുക്കളെ യുദ്ധത്തിൽ എവിടെ വെച്ച് കണ്ടാലും നമ്മൾ അവരെ കൊല്ലുകയല്ലേ ചെയ്യുള്ളൂ, അല്ലാണ്ട് പോയി കെട്ടിപ്പിടിക്കൂലല്ല. അതാണ് ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് വെറുതെ ഈ ഒരു ഭാഗം മാത്രം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് പറയും മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞേക്കണ എന്താണ്? മുസ്ലിങ്ങളല്ലാത്ത ഏതൊരാളെ കണ്ടാലും കൊന്നോളാനാണ് പറഞ്ഞേക്കണേന്ന്. അപ്പോൾ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് യുദ്ധത്തിൻ്റെ സമയത്തെ കാര്യമാണ് ഈ പറയണത്. യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ ശത്രുക്കളെ എവിടെ വെച്ച് കണ്ടാലും നമ്മൾ അവരെ ആക്രമിക്കും അല്ലേ. അങ്ങനെ ആക്രമിക്കണ കൂട്ടത്തിൽ ഇവരും പെടുകയും മുനാഫിക്കുകളെയും പെടുത്തിക്കോളാനാണ് അള്ളാഹു പറയണത്. വലാ തത്തഹിദു മിൻഹും വലിയം വലാ നസ്വീറ നിങ്ങൾ അവരെ ഒരിക്കലും നിങ്ങളുടെ ഒരു ബന്ധുവായിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് സഹായം ചെയ്യണ ആളായിട്ടോ നിങ്ങൾ അവരിൽ നിന്നും ഒരാളെയും സ്വീകരിക്കരുത്. ഈ ആയത്തിൽ അള്ളാഹു 2 പ്രാവശ്യമാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ മദീനത്തുള്ള സത്യവിശ്വാസികളിൽ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ പറയാൻ കാര്യം എന്താണ്? അവർ മറ്റേ ശത്രുക്കൾ നിർബന്ധിച്ച് കൊണ്ടുവന്നതായിരിക്കും, മുശ്രിക്കുകൾ അവരെ നിർബന്ധിച്ച് യുദ്ധത്തിന് കൊണ്ടുവന്നതായിരിക്കും എന്നൊക്കെ പറയണത് എന്തുകൊണ്ടാണ്? ഇവരുടെ ബന്ധുക്കളാണ് അവിടെ ഉള്ളതല്ലേ. ഈ മദീനത്തുള്ള വിശ്വാസികൾ വളരെ നിഷ്കളങ്ക മനസ്സോടുകൂടിയാണ് പറയണത് ഞങ്ങളുടെ ബന്ധുക്കളാണ് അവർക്ക് അവർ സത്യവിശ്വാസം സ്വീകരിച്ചെന്നുണ്ടൊക്കെ പറയുന്നുണ്ട്, അവർ നിസ്കരിക്കണമൊക്കെ ഉണ്ട് അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചു എന്ന് അവർ പറയുന്നുണ്ട്. യുദ്ധത്തിന് ചിലപ്പോൾ അവർ നിർബന്ധിച്ച് കൊണ്ടുവന്നതായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ അള്ളാഹു അവിടെ കൃത്യമായിട്ട് പറയാണ്, കാരണം ഇവർക്ക് ഹിജറ ചെയ്യാൻ യാതൊരു തടസ്സവും ഇല്ല അല്ലെ. ഇങ്ങോട്ട് വരാം, നമ്മൾക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു സ്ഥലത്തേക്ക് ഹിജറ പോകണമെന്ന് വെച്ചാൽ നടക്കുമോ? അല്ല, അന്നത് ഹിജറ അത്യാവശ്യവുമായിരുന്നു, അന്നത് പറ്റുകയും ചെയ്യുമായിരുന്നു. എന്നിട്ടും അവരുടെ സ്വത്തുക്കളും ബന്ധുക്കളും ഒക്കെ കൂടുതൽ സ്ഥാനം കൊടുത്തിട്ട് അവിടെ നിന്നതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞത് വേറൊരു തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ്. ആ ആൾക്കാരെങ്ങനെയാണ്? മുസ്ലിങ്ങളായിട്ട് സന്ധി വെച്ച ആൾക്കാരായിരിക്കും, എന്തെങ്കിലും സഖ്യത്തിലൊക്കെ നിലകൊള്ളുന്നവരായിരിക്കും. പക്ഷേ അവർ മുസ്ലിങ്ങളായിട്ട് ഒരിക്കലും യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ്. അവരുടെ കൂടെയുള്ള മുശ്രിക്കുകളോടും യുദ്ധം ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അങ്ങനെ 2 പേരോടും യുദ്ധം ചെയ്യാൻ മടിച്ച് ധർമ്മസങ്കടത്തിൽ കഴിയണ ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെ നിങ്ങൾ ഒരിക്കലും ശത്രുക്കളായി കണ്ട് മുശ്രിക്കുകളോട് പെരുമാറുന്ന പോലെ നിങ്ങൾ പെരുമാറരുതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കാര്യം ക്ലിയർ അല്ലേ? തൊട്ട് മുമ്പത്തെ ആയത്തിൽ ഹൈസ് വജത്തുമൂഹു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അവർ ശത്രുക്കളായിക്കൊണ്ട് ഇസ്ലാമിനെതിരെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോഴാണ് അവരെ കണ്ടോടത്ത് വെച്ച് കൊന്നോളാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഇസ്ലാമിനെ ഉപദ്രവിക്കാത്ത അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഉപദ്രവിക്കാണ്ട് അവിടെ അവർ വേറെ മതത്തിലായിക്കോട്ടെ അവർ ഏത് വിശ്വാസത്തിലായിക്കോട്ടെ അവരവിടെ കഴിയുന്നുണ്ടെങ്കിൽ അവർ കഴിഞ്ഞോട്ടെ, അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്നാണ് അള്ളാഹു പറഞ്ഞത്.
ആയത്ത് നമുക്ക് നോക്കാം. ഇല്ലല്ലദീന യസിലൂന ഇലാ ഖൗമിൻ ബൈനകും വബൈനഹും മീസാഖുൻ ഔ ജാഊകും حسرت صدورهم أن يقاتلوكم أو يقاتلوا قومهم ولو شاء الله لسلطهم عليكم فلقاتلوكم فإن اعتزلوكم فلم يقاتلوكم وألقوا إليكم السلم فما جعل الله لكم عليهم سبيلا. ഇല്ലല്ലദീന, യാതൊരു കൂട്ടരൊഴികെ. അപ്പം ഈ പറയുന്ന കൂട്ടർ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിന്നും ഒഴിവാണെന്ന്. നിങ്ങൾ വലിയായി സ്വീകരിക്കരുത്, നിങ്ങൾ അവരിൽ നിന്നും സഹായിയായി സ്വീകരിക്കരുത്, നിങ്ങൾ കണ്ടോർത്ത് വെച്ച് കൊല്ലണം എന്നൊക്കെ പറഞ്ഞില്ലേ. അതിൽ ഈ പറയുന്ന ആൾക്കാർ പെടൂല എന്നാണ് പറയണത്. ആരാണ്? യസിലൂന, അവർ ചേരുന്നു. ഇലാ ഖൗമിൻ ബൈനക്കും വബൈനഹും മീസാഖ്, ഒരു ജനതയോടാണ് അവർ ചേരണത്. എങ്ങനത്തെ ജനത? നിങ്ങളും ആ ജനതയും തമ്മിൽ ഒരു കരാറുണ്ട്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടുകാരായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ കരാറിൽ ഏർപ്പെട്ട ആ ഒരു നാട്ടുകാരായിട്ട് ഇവർ ചേരുകയാണ്. അവർ അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അവരവിടെ മുശ്രിക്കുകളായി അല്ലെങ്കിൽ വേറെ ഏതോ വിശ്വാസികളായിട്ട് വേറെ നാട്ടിൽ അവരുണ്ട്. അവരെ നിങ്ങൾ ഉപദ്രവിക്കാൻ പോണ്ടെന്നാണ് അള്ളാഹു പറയണത്. അപ്പോൾ അവരിതിൽ പെടൂല. ഔ ജാഊക്കും, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുക്കൽ വന്നു. ഹസ്റത് സുദൂറുഹും, അവരുടെ ഹൃദയങ്ങൾ ഇടുങ്ങിയതായിക്കൊണ്ട്. എന്തിനാണ് അവരുടെ ഹൃദയങ്ങൾ ഇടുങ്ങിയത്? അയ്യുഖാത്തിലൂക്കും, അവർ നിങ്ങളുമായി യുദ്ധം ചെയ്യാൻ, അവർക്ക് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല. അവർ ഇടുങ്ങിയിരിക്കുകയാണ്. ആ കാര്യത്തിൽ അവർ തയ്യാറില്ല അങ്ങനത്തെ ആൾക്കാരോട്. ഔ അല്ലെങ്കിൽ യുഖാത്തിലു ഖൗമഹും, അവരുടെ ജനതയോട് യുദ്ധം ചെയ്യാനും അവർക്ക് താല്പര്യമില്ല, അതിനും അവരുടെ മനസ്സിടുങ്ങിയതാണ്. അപ്പം നിങ്ങളോട് യുദ്ധം ചെയ്യാനോ നിങ്ങളുമായി കരാറ് ചെയ്ത ആ ഒരു ജനതയുമായി യുദ്ധം ചെയ്യാനോ അവർക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ഇതിൽ നിന്നും ഒഴിവാക്കണം, അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്നാണ് അള്ളാഹു പറയണത്. ഇനി വലൗ ഷാ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലസല്ലത്തഹും, അവർക്ക് അധികാരം കൊടുക്കുമായിരുന്നു അള്ളാഹു. അലൈക്കും, നിങ്ങളുടെ മേൽ. ഫലഖാതലൂക്കും, അങ്ങനെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അവർ നിങ്ങൾക്ക് എതിരെ യുദ്ധം ചെയ്യണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് യുദ്ധത്തിന് വരാത്തത്. അത് നിങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണെന്നാണ് അള്ളാഹു പറയണത് സത്യവിശ്വാസികളോട്. ഫഇനിഅ്തസലൂക്കും, എന്നാൽ അവർ നിങ്ങളെ വിട്ടുനിന്നാൽ, അതായത് നിങ്ങളുടെ അടുത്ത് യുദ്ധത്തിന് വരാണ്ട് അവർ മാറി നിൽക്കുകയാണ്. ഫലം യുഖാത്തിലൂക്കും, എന്നിട്ട് നിങ്ങളോട് യുദ്ധം ചെയ്യണില്ല, അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്ന് നിങ്ങളോട് യുദ്ധം ചെയ്യണില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെന്താ അവർ ചെയ്യണത്? അൽഖൗ ഇലൈക്കുമുസ്സലമ, നിങ്ങളിലേക്ക് അവർ സമാധാനമാണ് ഇടുന്നത്, നിങ്ങൾ ഉപദ്രവിക്കാൻ അവർ വരുന്നില്ല. അങ്ങനെയുള്ള ഒരു ജനതയുടെ അടുത്ത് നിങ്ങളും തിരിച്ചങ്ങോട്ട് ഉപദ്രവിക്കരുത് എന്നാണ് അള്ളാഹു പറയണത്. ഫമാ ജഅലല്ലാഹു, എന്നാൽ അള്ളാഹു ആക്കിയിട്ടില്ല, ലക്കും, നിങ്ങൾക്ക്, അലൈഹിം, അവരുടെ മേൽ, സബീല, ഒരു മാർഗം. അള്ളാഹു അവർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. നിങ്ങൾ അവരോട് യുദ്ധത്തിന് പോകരുത്, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ പോകരുത് എന്നാണ് അള്ളാഹു പറയണത്. അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ വിഭാഗം എന്തായിരുന്നു? അവർ മക്കയിലാണ് ജീവിക്കണത്, സത്യവിശ്വാസികളാണെന്ന് പറഞ്ഞിട്ടാണ് ജീവിക്കണത്. പക്ഷെ അവർക്ക് ഹിജറ വരാൻ അവർ തയ്യാറല്ല. അവർ പ്രാധാന്യം കൊടുക്കണം അവരുടെ സ്വത്തിനും കുടുംബ ബന്ധങ്ങൾക്കും അവരുടെ നിലനിൽപ്പിനും ഒക്കെയാണ്. അവർ തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളെ ആക്രമിക്കാനും അല്ലെങ്കിൽ മുശ്രിക്കുകളുടെ കൂടെ കൂടാനും ഒക്കെ തയ്യാറാണ്. അങ്ങനെയുള്ള ആളുകൾ വെറുതെ ഇസ്ലാം സ്വീകരിച്ചു എന്നൊരു പേരിൽ അവരെ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കാൻ പാടില്ല. അവരെ യുദ്ധക്കളത്തിൽ കണ്ടാൽ നിങ്ങൾ അവരെ കൊന്നുകൊള്ളൂ എന്നാണ് അള്ളാഹു പറഞ്ഞത്. പിന്നൊരു വിഭാഗം പറഞ്ഞ ആളുകൾ എന്തായിരുന്നു? അവർ സത്യവിശ്വാസികളൊന്നുമല്ല. അവരേതൊരു നാട്ടിലാണ് ഉള്ളത്? നിങ്ങളും ആ നാട്ടുകാരും തമ്മിലൊരു കരാറുണ്ട്. അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ട ഒരു നാട്ടിൽ അവിശ്വാസികളായി ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാനൊന്നും അവർക്ക് താല്പര്യമില്ല. നിങ്ങളോട് യുദ്ധം ചെയ്യാനും താല്പര്യമില്ല, ആ നാട്ടിലെ ആളുകളുമായിട്ട് യുദ്ധം ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ള ആളുകളുമായിട്ട് നിങ്ങൾ യുദ്ധത്തിന് പോകരുത്, അതിന് നിങ്ങൾക്ക് യാതൊരു ന്യായവും നിങ്ങൾക്കില്ല എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നല്ലേ. ഇനി അടുത്ത ആയത്തിൽ വേറൊരു ടൈപ്പ് ആൾക്കാരെ കുറിച്ച് പറയാണ്. കുറച്ച് ആൾക്കാരുണ്ട്, അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളിൽ നിന്നും നിർഭയത്വം വേണം, നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ ജനതയിൽ നിന്നും അക്രമം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വിചാരിച്ചിട്ട് ഇവരിയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർ നേരെ ആ അവിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ആ വിശ്വാസികളുടെ കൂട്ടത്തിലേക്ക് അങ്ങോട്ട് മറിയും. മുസ്ലിങ്ങളായിട്ട് അഭിനയിക്കുകയും ചെയ്യും ഇവർ. അവരുടെ ആൾക്കാർ ശിർക്കുപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ പോയി സഹകരിച്ച് അതിലും അവർ കൂടും. അങ്ങനെ രണ്ട് ഭാഗത്തും നല്ല ആൾക്കാരായിട്ട് ചമഞ്ഞിട്ട് രണ്ട് ഭാഗത്തു നിന്നും അവർക്ക് നേട്ടം കിട്ടാനായിട്ടാണ് അവർ വിചാരിക്കുന്നത്. ഇവരപ്പോൾ ഇവരുടെ ഈ നിലപാട് മാറ്റണത് വരെ ഇവരോട് യുദ്ധം ചെയ്യാന്ന്. കാരണം ഇവരെന്താ, തക്കം കിട്ടിയ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കാൻ അവർ റെഡിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയും നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ നിങ്ങൾക്ക് അവരെ കൊല്ലാം, അല്ലെങ്കിൽ അവരും ശത്രുക്കളാണ് നിങ്ങളുടെ എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്.
ആയത്ത് നമുക്ക് നോക്കാം. സതജിദൂന ആഖരീന യുരീദൂന അൻ യഅ്മനൂകും വയഅ്മനൂ ഖൗമഹും കുല്ലമാ റുദ്ദൂ ഇലൽ ഫിത്നതി ഉർകിസൂ ഫീഹാ فإن لم يعتزلوكم ويلقوا إليكم السلم ويكفوا أيديهم فخذوهم واقتلوهم حيث ثقفتموهم وأولئكم جعلنا لكم عليهم سلطانا مبينا. സതജിദൂന നിങ്ങൾ വഴിയെ കണ്ടുമുട്ടും വേറൊരു കൂട്ടം ആളുകളെ എന്നാണ് അള്ളാഹു പറയുന്നത്. ആഖരീന വേറെ ചിലരെ, യുരീദൂന അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അയ്യമനൂക്കും നിങ്ങളിൽ നിന്നും നിർഭയരായിരിക്കാൻ, നിങ്ങൾ അവർക്ക് പേടിക്കാണ്ടിരിക്കണം, അതാണ് അവരുടെ ഉദ്ദേശം. വയമനു കൗമഹും അവരുടെ ജനങ്ങളിൽ നിന്നും അവർക്ക് നിർഭയത്വം വേണം, അവരും ഇവരെ ഒന്നും ഉപദ്രവിക്കാണ്ടിരിക്കുക വേണം. കുല്ലമാ റുദ്ദു ഇലൽ ഫിത്നത്തി ഇവര് കുഴപ്പത്തിലേക്ക് മടക്കപ്പെടുമ്പോഴെല്ലാം ഉർക്കി സൂഫിഹ അവരതിൽ മറിഞ്ഞു വീഴും. അതായത് ഇവർ സത്യവിശ്വാസം സ്വീകരിച്ചിട്ടില്ല, എന്നാൽ ഇവരുടെ സത്യവിശ്വാസികളോട് നിർഭയത്വം ഉണ്ടാവാനായിട്ട് ഇവരുടെ അടുത്തും കൂടും, അവിശ്വാസികളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാണ്ടിരിക്കാൻ അവരായിട്ടും കൂടും. എന്നാൽ തക്കം കിട്ടിയാലോ ഇസ്ലാമിനെ ഉപദ്രവിക്കാനായിട്ട് അവർക്കൊരു കുഴപ്പമില്ല, അവരതിൽ മറിഞ്ഞിടുകയും ചെയ്യും. അങ്ങനെ കുഴപ്പമുണ്ടാക്കാനായിട്ട് അവർക്കൊരു ചാൻസ് കിട്ടിയാൽ അവർ ആ കുഴപ്പത്തിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്യും എന്നാണ് അള്ളാഹുവിടെ പറയണത്. ഫഇല്ലം യഅ്തസിലൂക്കും എന്നാൽ അവർ നിങ്ങളെ വിട്ടു നിന്നില്ലെങ്കിൽ, അതായത് നിങ്ങളെ ഉപദ്രവിക്കാണ്ട് നിന്നില്ലെങ്കിൽ, വയുൽക്കു ഇലൈക്കുമുസ്സലമ നിങ്ങളിലേക്ക് സമാധാനം ഇട്ടു തരികയും ചെയ്തില്ലെങ്കിൽ, ഇല്ലം എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലേ, ഇല്ലെങ്കിൽ, ഇനി അവർ ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളാണ് എന്ത്, അവർ നിങ്ങളെ വിട്ടു നിൽക്കണില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം തരുന്നില്ല, അല്ലെങ്കിൽ വയക്കുഫു ഐദിയഹും അവരുടെ കാര്യങ്ങളെ തടഞ്ഞു വെക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ, ഇതൊന്നും അവർ ചെയ്യണില്ലെങ്കിൽ, ഫഹുദൂഹും എന്നാൽ നിങ്ങൾ അവരെ പിടിച്ചുകൊള്ളുക, വഖ്തുലൂഹും അവരെ നിങ്ങൾ കൊല്ലുകയും ചെയ്യുക, ഹൈസു സഖിഫ്തുമൂഹും നിങ്ങൾ അവരെ കണ്ടുമുട്ടിയെടുത്ത് വെച്ച്. അപ്പോൾ അതായത് എന്താണ്, ഇസ്ലാമിലെ ആളുകളെ അല്ലെങ്കിൽ സത്യവിശ്വാസികളെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുനിന്ന് മാറി നിൽക്കണില്ലെങ്കിൽ ശത്രുതയായിട്ട് യുദ്ധത്തിന് വേണ്ടി ഇങ്ങോട്ട് വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം തരണില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൈകളെ തടഞ്ഞു വെക്കണില്ല, അവര് നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, അവരെ കൊന്നോ, കണ്ടുമുട്ടിയെടുത്ത് വെച്ച് നിങ്ങൾ അവരെ കൊന്നോ എന്നാണ് അള്ളാഹു പറയണത്. കൊല്ലുകയോ അല്ലെങ്കിൽ തടഞ്ഞു വെക്കുകയോ ചെയ്യുക, പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ അവിടെ തടഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ കൊല്ലുകയോ ചെയ്യുക. ഉലായിക്കും അക്കൂട്ടർ ജഅൽന നാം ഉണ്ടാക്കിയിരിക്കുന്നു ലക്കും നിങ്ങൾക്ക് അലൈഹിം അവരുടെ മേൽ സുൽത്താനൻ മുബീന ഒരു വ്യക്തമായ അധികാരം നിങ്ങൾക്ക് അവരുടെ മേൽ അള്ളാഹു ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്പോൾ വെറുതെ ഒരാളെ പോയി ഉപദ്രവിക്കാനാണോ അള്ളാഹു പറഞ്ഞത്? വളരെ ന്യായമായ രീതിയിൽ വളരെ വ്യക്തമായിട്ടാണ് അള്ളാഹു സത്യവിശ്വാസികളെ ഉപദേശിക്കണം അല്ലേ, എങ്ങനെയാണ് നിങ്ങൾ സമരം ചെയ്യേണ്ടതെന്ന്. വെറുതെ ഇരിക്കണ ഒരാളുകളെ സത്യവിശ്വാസിയല്ല എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഉപദ്രവിച്ചോളാൻ അള്ളാഹു പറയണില്ല. ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കുക, നിങ്ങളെ സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കാണ്ടിരിക്കുക, അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്തോളൂ, അല്ലെങ്കിൽ അവരെ എവിടെ വെച്ച് കണ്ടാലും അവരെ തടവിലാക്കിക്കോളൂ, അല്ലെങ്കിൽ അവരെ വധിച്ചോളൂ എന്നൊക്കെയാണ് അള്ളാഹു നമുക്ക് ഉപദേശം നൽകണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ആദ്യം അള്ളാഹു പറഞ്ഞു, അള്ളാഹു അല്ലാണ്ട് നിങ്ങൾക്ക് വേറൊരു ഇലാഹില്ല, അള്ളാഹു നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. വർത്തമാനത്തിൽ ഏറ്റവും സത്യം പറയണത് അള്ളാഹു തന്നെയാണ്, അള്ളാഹുവിനേക്കാൾ സത്യം പറയണ വേറെ ആരുണ്ട് എന്ന് നമ്മളോടൊരു ചോദ്യം ചോദിച്ചു അള്ളാഹു അല്ലേ. എന്നിട്ട് പറഞ്ഞു, മുനാഫിക്കുകളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് രണ്ട് കക്ഷികളായി തിരിഞ്ഞു? അങ്ങനെ നിങ്ങൾ രണ്ട് കക്ഷികളാവേണ്ട കാര്യമില്ല. അള്ളാഹു വഴിപിഴവിലാക്കിയ ആളുകളെ നിങ്ങൾക്ക് നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സത്യവിശ്വാസികളിലെ ഒരു വിഭാഗം ആളുകൾ വിചാരിച്ചെന്താണ്, അവർ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നോളും, അവരിപ്പോൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരിത്തിരി കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നോളും എന്നൊക്കെയാണ് ഇവർ വിചാരിച്ചത്. അപ്പോൾ അള്ളാഹു പറയാണ്, അവരുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് അള്ളാഹു അവരെ വഴിപിഴവിലാക്കിയത്. അവർ സത്യവിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് ചെയ്യണ പ്രവർത്തികളൊക്കെ സത്യവിശ്വാസത്തിന് വിപരീതമായിട്ടാണ്. അങ്ങനെ പ്രവർത്തി ചെയ്യണ ആൾക്കാർക്ക് അള്ളാഹു അവരെ പിന്നെ അവർ നന്നാക്കൂല, അവരെ അള്ളാഹു അതിലേക്ക് തന്നെ മറച്ചിടും. അങ്ങനെ അള്ളാഹു വഴിപിഴവിലാക്കിയ ആളുകളെ നിങ്ങൾക്ക് നേരായ മാർഗത്തിലേക്കാക്കാൻ കഴിയുകയില്ല എന്നാണ് അള്ളാഹു പറയണത്. എത്രയോ പ്രസക്താണല്ലേ ഈ ആയത്ത്. നമ്മൾക്ക് ഓരോരുത്തർക്കും പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ എത്ര തന്നെ ഉപദേശം കൊടുത്താലും അല്ലെങ്കിൽ എന്തൊക്കെ തന്നെ തെളിവുകൾ നമ്മൾ കാണിച്ചാലും അവർ ആ വിശ്വാസത്തിലേക്ക് വരാൻ അവർ തയ്യാറല്ല. അള്ളാഹുവിൻ്റെ ഫളിൽ ആ കാര്യത്തിൽ ആവശ്യമാണല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, നമ്മൾക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലേ, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അള്ളാഹു ഹിദായത്ത് നൽകാണ്ട് ഒരാൾക്കും ഹിദായത്ത് കിട്ടൂല. അപ്പോൾ അള്ളാഹു നമ്മൾക്ക് ആ ഹിദായത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ സർവ്വസ്തുതിയും അള്ളാഹുവിന് തന്നെയാണ് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ.
പിന്നെ അള്ളാഹു പറഞ്ഞു, ഈ അവിശ്വാസികളുടെ ആഗ്രഹം എന്താ? നിങ്ങളും അവിശ്വാസികളായെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കണേ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരുപോലെ ആയല്ലോ, അപ്പോൾ പിന്നെ ഒരാൾ മാത്രം നന്നായി നിൽക്കണ്ടല്ലോ എന്നൊക്കെയാണ് അവരുടെ ഉള്ളിലുള്ള വിചാരം. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ഒരിക്കലും മിത്രങ്ങളാക്കി വെക്കരുത്. അവർ ഹിജറ വരുന്നത് വരെ, അവർ സത്യവിശ്വാസം അവരുടെ ഉള്ളിൽ ശരിക്കും ഉണ്ടെങ്കിൽ അവർ ഹിജറ ചെയ്ത് മദീനയിലേക്ക് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അവർ വരും. അങ്ങനെ വരാത്തിടത്തോളം നിങ്ങൾ അവരെ മിത്രങ്ങളായി സ്വീകരിക്കരുത്. വിശ്വാസികളാന്നൊക്കെ പറഞ്ഞ് മക്കയിൽ നിന്നിട്ട് അവരിങ്ങോട്ട് ഹിജറ വന്നില്ലെങ്കിൽ എന്താ അവർക്ക് ഉണ്ടാവാൻ പോണത്? അവർ ഈ മുശ്രിക്കുകളുടെ കൂടെ ചേർന്ന് അവരതിലോട്ട് തന്നെ തിരിഞ്ഞു പോകും. അങ്ങനെ തിരിഞ്ഞു പോയ ഒരു വിഭാഗത്തെ നിങ്ങൾ ശത്രുക്കളായി തന്നെ കണ്ടാൽ മതി. അവരെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ അവരെ തടഞ്ഞു വെക്കുക, അല്ലെങ്കിൽ അവരെ ബന്ധനസ്ഥരാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ വധിച്ചു കളയാം. അത് രണ്ടും അള്ളാഹു അവിടെ പറയുന്നുണ്ട്. അവരിൽ നിന്ന് നിങ്ങളൊരു സഹായിയെയും അല്ലെങ്കിൽ ഒരു ബന്ധുവിനെയും നിങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങളുടെ ഏറ്റവും ഉറ്റ ബന്ധുക്കളായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത മിത്രങ്ങളായിരിക്കാം അവർ. പക്ഷേ അവരിൽ നിന്ന് നിങ്ങൾ യാതൊരു സഹായവും സ്വീകരിക്കരുത്, അവർ ഹിജറ വരാത്തിടത്തോളം കാലം. പിന്നെ അള്ളാഹു പറഞ്ഞെന്താണ്? ഒരു വിഭാഗം ആളുകളുണ്ട്, നിങ്ങൾ കരാറ് വെച്ച ഒരു നാട്ടിലുള്ള ആളുകളാണ് അവർ, പക്ഷേ സത്യവിശ്വാസികളല്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ അവർക്ക് നിങ്ങളോട് യുദ്ധം ചെയ്യാനും ആഗ്രഹമില്ല, അവരുടെ ജനങ്ങളോട് യുദ്ധം ചെയ്യാനും ആഗ്രഹമില്ല, അവരൊരു കുഴപ്പത്തിന് വരണ ആൾക്കാരല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല. അതിന് നിങ്ങൾക്ക് യാതൊരു ന്യായവും ഇല്ല എന്നാണ് അള്ളാഹു പറയണത്. നിങ്ങളെ യാതൊരു തരത്തിലും ഉപദ്രവിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുന്ന ആൾക്കാരോട് കൂട്ടു നിൽക്കാത്ത ആളുകളാണ് അവർ. അപ്പോൾ അവരെ നിങ്ങൾ യാതൊരു തരത്തിലും അങ്ങോട്ട് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കൂട്ടം ആളുകളെ പറഞ്ഞാൽ എന്താണ്? അവർ നിങ്ങളോടും നല്ല രീതിയിൽ നിൽക്കും, നിങ്ങളുടെ ശത്രുക്കളോടും നല്ല രീതിയിൽ നിൽക്കും. അവരുടെ ഉദ്ദേശം എന്താ? രണ്ടുപേരിൽ നിന്നും നിർഭയത്വം, രണ്ടുപേരിൽ നിന്നും നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവരുത് എന്നാണ് അവർ വിചാരിക്കണേ. എന്നിട്ട് അവർ തരം കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യും? ഇസ്ലാമിലെ ആളുകളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഉപദ്രവിക്കാൻ കിട്ടുന്ന ചാൻസിൽ അവർ ഉപദ്രവിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ വിട്ടുകളയണ്ട. അവരെ നിങ്ങൾ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് നിങ്ങൾ ബന്ധനസ്ഥരാക്കിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ വധിച്ചു കളഞ്ഞോ എന്നാണ് പറഞ്ഞത്. അതിന് നിങ്ങൾക്ക് ന്യായമുണ്ട്, കാരണം അവർ നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട് അല്ലേ, അങ്ങനെയുള്ള ആളുകളെ. അപ്പോൾ അള്ളാഹു പറയാണ്, അവരുടെ മേൽ അള്ളാഹു നിങ്ങൾക്കൊരു അധികാരം ഉണ്ടാക്കി തരുന്നതാണ്. ചിലപ്പോൾ കുറേ കഷ്ടപ്പെടാനൊക്കെ ഉണ്ടാവുമായിരിക്കില്ല യുദ്ധത്തിൽ, പക്ഷേ അവസാനം നിങ്ങൾക്ക് ഒരു അധികാരം ഞാൻ ആക്കി തരും എന്ന് അള്ളാഹുവിടെ ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.